മിനിയെ കൊഞ്ച് ഫ്രൈ കൊണ്ടുവന്നടി ഒന്ന് നോക്കട്ടെ. അല്ല കിടുക്കല്ലോടി. ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നുള്ളത് കുമരകത്താണ്. നമ്മൾ ഇന്നലെയാണ് ഇവിടെ വന്നത്. ഇന്നലെ രാത്രിയാണ് വന്നപ്പോൾ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഒന്ന് വീശാൻ പോയായിരുന്നു. അപ്പോൾ വീശുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഒന്നാമത് വെളുപ്പിനായതുകൊണ്ട് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതൊന്നും കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ലായിരുന്നു പോയത്. ഈ ആറ്റിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇത്ര എന്തെങ്കിലും മീനൊന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ നമ്മളവിടെ മോട്ടർ തറയുണ്ട്, അവിടെ പോയി വീശിയപ്പോഴാണ് നമുക്കിങ്ങനെ 2 ഐറ്റം കിട്ടിയത്. അപ്പൊ ഇവനെ നമുക്ക് കറി വെക്കുന്ന ഒരു ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ക്ലീനിങ്ങും ഫ്രൈ ചെയ്യുന്നതും എല്ലാം അമ്മച്ചിയായിരിക്കും. അമ്മച്ചിയുടെ കുക്കിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്, കുക്കിങ്ങും ക്ലീനിങ്ങും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം കാലുകൾ വെട്ടണം. വലിയ കാല് കളയാതെ വെക്കാന്നോർത്താണ്. ചെറിയ കാലുകളെല്ലാം വെട്ടി നമ്മളിപ്പോ ചെറിയ കാലുകളെല്ലാം വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ വലിയ കാല് അതുപോലെ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ ആവും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ആ വാലിനടിയിലെ ആ സാധനങ്ങളുണ്ടല്ലോ, ഈ സാധനങ്ങൾ എങ്ങനെയാ നമ്മൾ കളയുന്നത്? പൊളിക്കുന്ന കൂട്ടത്തിൽ കളയാം. ഓക്കെ. ഇപ്പൊ അത്ര ഉള്ളല്ലേ ചെയ്യാൻ. അടുത്ത ചെറുതാ എടുത്തിരിക്കുന്നത്. അതിന്റെയും ചെറിയ കാലുകൾ അതുപോലെ തന്നെ നമുക്ക് കളയാം. എല്ലാ ഫിഷിനും കൊടുത്തു, ബാക്കി ഞാൻ കഴിക്കും. ഞാൻ പിടിച്ചിട്ടുണ്ട്. വെള്ളം എടുക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം എടുത്തു. വെള്ളം ആറ്റിൽ തന്നെ കഴുകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. പെട്ടെന്ന് വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് അതിൻ്റെ തലയുടെ തോട് പതുക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ഇതൊക്കെ എടുത്ത് കളയണത് ഉറമ്പ. ഈ കറുത്ത സാധനം ഉണ്ട് ഒരെണ്ണം, അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എടുത്ത് കളയണം. അതല്ലെങ്കിൽ ഭയങ്കര അഴുക്കാന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തോട് പതുക്കെ പൊളിച്ച് കളഞ്ഞാൽ മതി. പതുക്കെ പൊളിച്ചാൽ മതി. അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ തോട് നന്നായിട്ട് പൊളിച്ചതിന് ശേഷം ആ വാലിൻ്റെ അറ്റത്ത് പിടിച്ചൊന്ന് ഞെക്കിയിട്ട് വാല് പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ആ കാലുകൾ പോലിരിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ അതും അതുപോലെ തന്നെ നമുക്ക് ഈ പുറമേ ഉള്ള തോട് പൊളിച്ച് കളഞ്ഞു കഴിയുമ്പം പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ തലയുടെ അവിടെ ഇപ്പോൾ കാണുന്ന യെല്ലോ കളറും പിന്നെ ബ്ലാക്ക് കളറും ഉള്ള സാധനം നന്നായിട്ട് കഴുകി കളയണം, എടുത്ത് കളയണം. ഇല്ലെങ്കിൽ അതിനൊരു ഉളുമ്പ് മണവും ചൊവയൊക്കെ വരും. അതുകൊണ്ട് അതും എടുത്ത് കളയണം. ഇനി നമ്മൾ ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് കുറച്ച് ആ വലുതിൻ്റെയും കൂടെ എടുത്തു. വലുതിൻ്റെയും കൂടെ തലയുടെ മുകളിലുള്ള ആ ഷെല്ല് നല്ല വലിയതാണ്. നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ ഈ ചെമ്മീൻ്റെ സൈസ് ചെറുതാകും. നമ്മൾ കാണുമ്പോൾ ഭയങ്കരനാണെന്ന് തോന്നുന്നു. ചെമ്മീനാണെങ്കിലും കൊഞ്ചാണെങ്കിലും സൈസ് ചെറുതായി പോവും. അതിൻ്റെ അതുപോലെ തന്നെ തലയുടെ മുകളിൽ നിന്ന് കീറിയിട്ട് അതിനകത്തെ ആ കറുപ്പ് കളറുള്ള സാധനം അല്ലെങ്കിൽ മഞ്ഞ കളറിലായിരിക്കും. അത് രണ്ടും എടുത്ത് കളയണം. അതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും.
അത് അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ആ നീണ്ടു കിടക്കുന്ന സാധനങ്ങളെല്ലാം കളയുക. പിന്നെ തോട് പതുക്കെ പതുക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ പൊളിച്ച് കളഞ്ഞാൽ മതി. അതെല്ലാം സാധനമാണ് വന്നത്. കൊഞ്ചിന്റെ കളി എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. മുട്ടയാണോ? അല്ല, ഇത് എന്താ സാധനമാണ് ഇതിന്റെ മുട്ട താഴെ ഭാഗത്ത് നമ്മളാ പൊളിച്ച് കളഞ്ഞ ഭാഗത്ത്. തലയുടെ അകത്തുനിന്ന് വന്നതാണ്. തലയുടെ ആ ഭാഗത്തല്ല. ഇനി കഴുകിയെടുത്ത് നമുക്ക് വറക്കാനായിട്ട് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഇതാണിത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം നമുക്ക് ഫ്രൈ ചെയ്തതിലേക്ക് പോയാലോ? എങ്ങനെയാണ്, എന്തൊക്കെ മസാലയാണ് ചേർക്കുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മളിത് ആറ്റിലെ വെള്ളത്തിലാണ് കഴുകിയേക്കുന്നത്. ഇനി നമ്മൾ അകത്ത് കൊണ്ടുപോയിട്ട് ഫ്രൈ ചെയ്യുന്ന മസാല തേക്കുന്നതിന് മുമ്പ് നല്ല വെള്ളം യൂസ് ചെയ്തിട്ട് ഒരു 2 പ്രാവശ്യം കൂടെ നമ്മൾ കഴുകും. പിന്നെ ഇതിന് സാധാരണ മീനുകളെ പോലെ അത്ര ഉളുമ്പില്ല. തലയുടെ ആ ഭാഗത്തെ ആ പോർഷനിലുള്ള അത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഷെൽസും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീനാണ്. കണ്ടാലും നമുക്കറിയാം അത്ര ഉളുമ്പുള്ള ഒരു മീനല്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. വലിയ കൊഞ്ചാണെങ്കിൽ ഇതിന്റെ കാലൊക്കെ എടുത്ത് നമ്മൾ പൊട്ടിച്ച് ചുട്ടിട്ട് പൊട്ടിച്ച് തിന്നാം. നല്ലതാണ്, നല്ല ടേസ്റ്റാണ് അതിന്. ഞണ്ടൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് വരും. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കുട്ടാച്ചൻ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈർക്കിലിയിൽ കുത്തിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അത് നിവർന്നിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മച്ചി? ഈ കൊഞ്ച് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അല്ല, ഇത് വളഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇത് വളഞ്ഞു പോകും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അപ്പം നമുക്കിത് കുത്തി വെക്കാനുള്ള ഈർക്കിലിയും കൂടെ പറിക്കാം. അങ്ങോട്ട് പോവാം. നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണ്. ഞാനാണെങ്കിൽ അത് സാധാരണ മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കുക ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ 2 ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. മുളക് പൊടിക്ക് ശേഷം ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, നമുക്ക് വേണേൽ വെള്ളത്തിന് പകരം വിനാഗിരിയോ ചെറുനാരങ്ങയോ അങ്ങനെ ഒഴിക്കാം കേട്ടോ. അത് ഇപ്പം നമ്മൾ വിനാഗിരി ഒഴിച്ചില്ല, വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്.
വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇപ്പോൾ നോക്കണം. അത്യാവശ്യം പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ മസാല എല്ലാം ഒരുമിച്ച് നോക്കിയിട്ട്. ഇനി മസാലയുടെ ഉപ്പൊന്ന് നമുക്ക് നോക്കണം. മസാലയുടെ ഉപ്പൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇനി മസാല കൊഞ്ചിലോട്ട് പുരട്ടി വെക്കാം. വരഞ്ഞ് എല്ലായിടത്തും മസാല വരാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് അരഞ്ഞു വെച്ച് ഇനി പുരട്ടുക. എല്ലായിടത്തും നല്ലതായിട്ട് വറ്റാൻ വേണ്ടിയിട്ട് ശരിക്കും കൊഞ്ചിനെ ഇങ്ങനെ രണ്ട് സൈഡിലും പിന്നെ അകത്ത് നമ്മൾ ആ വര ഇട്ട സൈഡിലും കൂടെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. എല്ലാ സൈഡിലും നന്നായിട്ട് മസാല വരാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കണം. ഒരെണ്ണത്തിൻ്റെ അങ്ങനെ മസാല തേച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് ചെറുതിനെ തേക്കാനുള്ളത്. അപ്പോൾ ചെറുതിനെ എടുത്തു, അതിൻ്റെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ഓക്കെ 10 മിനിറ്റ് നമുക്ക് ഇരിക്കുക. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് വെക്കണം. ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെറുതെ വേണമെങ്കിലും വെക്കാം. അതല്ലെങ്കിൽ പുറത്താണെങ്കിലും നമുക്ക് വെച്ചിട്ട് മസാല നന്നായിട്ട് കൊഞ്ചിൽ പിടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗ കത്തിക്കുന്നു, ചീനച്ചട്ടി വെക്കുന്നു, ചട്ടി ചൂടായി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയുടെ മണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ചെറുക്കിൽ കുത്തി വെക്കുന്നത് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലെങ്കിൽ വളഞ്ഞിരിക്കും. അതുകൊണ്ട് ഈർക്കിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ വെക്കാം. കാലും കൂടി വെച്ചേക്കുന്ന ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അതെ നമ്മൾ ആ കാണാനായിട്ടുള്ള ഒരു ലുക്കിന് വേണ്ടിയാണ് കാല് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കാല് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ മീശയും കാലൊക്കെ വെട്ടിക്കളയേണ്ടതാണ്. രണ്ടാമത്തതും വെക്കുക കേട്ടോ. അതുപോലെ കൈ കൊണ്ടല്ലേ, അത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. വെച്ച് രണ്ടും വെച്ച് നേരെ ഇരിക്കുന്നുണ്ട്. വേണ്ട, മൂടി വെക്കാം. കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുകയാണ്, കുറവ് പോലെ തോന്നി. കുറച്ച് നേരം വേഗണം. അതിനെ അടച്ച് വെച്ച് വേവിച്ച് തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാം. മൂടാൻ പറ്റിയ അടപ്പൊന്നും ഇല്ലേ? ഇത്രയും അത് വെച്ച് മൂടിയ വല്ല ഗുണമുണ്ടോ? അല്ല, ഇതെന്നാ കാലിങ്ങനെ ഇരിക്കുന്നോണ്ട് പറ്റത്തില്ല. കൊഞ്ചിന്റെ കാലും ഈർക്കിലിയും എല്ലാം നിൽക്കുന്നത് കൊണ്ട് ഈ അടപ്പ് അത്ര ഇച്ചിരി പരന്ന ടൈപ്പ് അടപ്പുമാണ്. അതുകൊണ്ട് മര്യാദ ഗ്യാപ്പുണ്ട്. മൂടി വെച്ചിട്ട് ഗ്യാപ്പ് ഇല്ലാതെ വെക്കുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. നമ്മൾ ആ മൂടി മാറ്റിയിട്ടേ വേറൊരു മൂടി വെക്കുക കേട്ടോ. നല്ലതായിട്ട് മൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോലും കൊമ്പും കാരണം. നമ്മുടെ വീടിന് പുറകിൽ ഇങ്ങനെ പാടമാണ്. പാടമൊക്കെ വെള്ളം കയറ്റി മുക്കിയിട്ടിരിക്കുക കേട്ടോ. പിന്നെ മഴയും പെയ്ത് നിറഞ്ഞ് ഏകദേശം നമ്മുടെ കരയോട് ഒപ്പം എത്തിയിട്ടുണ്ട്. നല്ല 2 മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്തേക്കൊക്കെ വെള്ളം കയറി വരും. പതിയെ പൊക്കി നോക്കാം. നല്ല മണം ഇപ്പൊ തന്നെ വരുന്നുണ്ട് കേട്ടോ.
മറിച്ച് ഇടാം. കാലെല്ലാം ഒരു വർഷം നല്ല കളറായിട്ടുണ്ട്. നമ്മളിനി അണ്ടൊക്കെ ചൂടാക്കി ഞണ്ടിന്റെ കാലിന്റെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ ഈർക്കിലേക്ക് പോകും. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മറിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നേരം ഒന്ന് മൂടി വെക്കാം. ഇതുകൊണ്ടും കൂടെ പാലിച്ചിട്ടാണ് എന്നിട്ട് മൂടിയാൽ മതിയോ? നമ്മുടെ കൊഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പതിയെ എടുത്ത് മറ്റ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലല്ലേ? കാലൊക്കെ ഇരിക്കുന്നോണ്ടാണ് പാട്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് കാലൊന്നും കളയാതെ സ്റ്റൈലാക്കി വെച്ചോണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് പോയി. അപ്പൊ ഇതിന്റെ വെയിറ്റ് അങ്ങോട്ട് കിടക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഇച്ചിരി സബോള, നല്ല വലിയ കൊഞ്ചാണെങ്കിൽ നമ്മുടെ ഈ കാലൊക്കെ ചുട്ട് കഴിക്കാൻ നല്ല കേട്ടോ. നല്ല അതിനുള്ളിൽ നല്ല ദശ കാണും. അത്യാവശ്യം വലിയ കൊഞ്ചാണെങ്കിൽ ഇത് ഒത്തിരി വലുതല്ല, ഒരു മീഡിയം ടൈപ്പ് കൊഞ്ചൊക്കെ ആയിരുന്നു. അപ്പം വലിയ കായലിലൊക്കെ പോയി വലയിട്ട് കിട്ടുന്നവർക്ക് അത്യാവശ്യം മുഴുത്ത കൊഞ്ചൊക്കെ കിട്ടും. അപ്പം അതിൻ്റെ കാലൊക്കെ നമ്മളിങ്ങനെ ചുട്ട് കഴിക്കാൻ നല്ല. മിനിയെ കൊഞ്ച് ഫ്രൈ ഇങ്ങനെ ഉണ്ടെന്നടി, ഒന്ന് നോക്കട്ടെ. എൻ്റെ കൊഞ്ച് ഫ്രൈ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കട്ടെ. നോക്കട്ടെ. ഈർക്കിലേക്ക് ഊരിയൊക്കെ അല്ലേ? അതൊക്കെ വലിയ ചൂര്. എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറ. നോക്കട്ടെ. കിടുക്കല്ലോടി. തമാശല്ല, നല്ലതായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ്. നല്ല നമ്മളാരും ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അച്ചാച്ചി വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എന്താ കാലൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? അന്വേഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, നീ ഇങ്ങനെ ഉണ്ടാക്കും. നല്ലതായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനിടയ്ക്ക് ഇനി കൂരിക്കറിയും. അമ്മച്ചിക്ക് ഹാപ്പി ആയി കേട്ടോ പറഞ്ഞു കേട്ടപ്പോ. കൂരിക്കറിയും കൊഞ്ചു പുറത്തു. നല്ല കൂരിക്കറി, നല്ല കൊഞ്ച്. കൂരിക്കറി തന്നെ ഈ മഞ്ഞക്കൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും സൂപ്പർ തന്നെ. നല്ല കറിയായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. കറി നല്ല രസം. കൊഞ്ചിനെ വല്ലതും പറ്റിയല്ല, കൊഞ്ചൊരു സംഭവം തന്നെ. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. മഞ്ഞക്കുരി ഒന്നാ നല്ല ഫ്രഷ് മഞ്ഞക്കുരി. അതെ, നല്ല ജീവനുള്ള കൂരിയാണ്. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നല്ലതാണോ? എല്ലും തോരുവായല്ലേ ഇപ്പൊ.
അവസാനം മീശയും കാലും മാത്രമേ ഉള്ളൂ. ക്യാമറമാൻ വരുമ്പോ മീശ മാത്രമേ ക്യാമറമാന് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. കുടക ഈ കാലൊന്നും എടുത്ത് നോക്കട്ടെടാ. കാല് നോക്കി എന്തോരം ദശ ഉണ്ടെന്ന് നോക്കി. നോക്കട്ടെ. കാര്യം അത്ര വലുതൊന്നും അല്ലെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഇവിടെ വെച്ചങ്ങോട്ട് ഒടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വരേണ്ടതായിരുന്നു. കുഴപ്പമില്ല. ഒട്ടിഞ്ഞു നോക്കുമ്പോ എന്തേലും കാണും. ഉണ്ട് ദശയുണ്ട്. ദശയുണ്ട്. ഇത് നമ്മുടെ അതുമായിട്ട് നോക്കുമ്പോഴേ അതിൽ ഒന്നുകൂടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റായി കാലിന് വരുമ്പോ അല്ലേ. ചിലരൊക്കെ ഈ തോടൊന്നും കളയൊന്നുമില്ല, മൊത്തം അങ്ങ് കടുമുണ്ടാന്ന് കടിച്ചു. തോട് കടിക്കുമോ? ആ, ചിലരങ്ങനെ ചുമ്മാ കടുമുണ്ടാന്ന് കടിച്ചു. ആണോ? ഇതിനൊക്കെയുള്ള സാധനമൊക്കെ ചുമ്മാ കടിച്ചു കിട്ടുന്നുണ്ടോ? ഉണ്ട്, ഇതിനകത്തൊക്കെ ഉണ്ട് കുറച്ച്. എന്നാ ഇത് കളയാൻ പാടില്ല. ഇത് നമ്മൾ പറക്കുമ്പോൾ ഇതൊന്നും കളയാൻ പാടില്ല. കണ്ടോ ഉണ്ട്. നല്ല ടേസ്റ്റാണ് കാലിൻ്റെ ഇതിനകത്തുള്ള ഇറച്ചി. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.